നമസ്കാരം. മെറി ക്രിസ്മസ് അവധിക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് വരുന്നത്. പൊതുവെ വോളിയം കുറവാകാനാണ് സാധ്യത. ഗ്ലോബലി വോളിയം വളരെ തീരെ കുറവായിരിക്കും. കാരണം ഫണ്ട് മാനേജേഴ്സ് എല്ലാം തന്നെ അവധിക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ന്യൂ ഇയർ ക്രിസ്മസ് കാലഘട്ടം. അവർ സെല്ലിംഗ് മോഡിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം FIs 1700 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. 3 ദിവസം കണ്ടിന്യൂസ് സെല്ല് എടുത്ത് FIs കാണാം. FIs ഡിസംബർ മാസം ആകെ ബൈ നടത്തിയത് 17, 18, 19 തീയതികളിലായിരുന്നു. അതിനുശേഷം വീണ്ടും 22, 23, 24 തീയതികളിൽ അവർ സെല്ല് നടത്തി. ഈ മാസം ഇതുവരെ 23,830 കോടി രൂപയുടെ സെല്ല് അവർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ FIs വീണ്ടും സെല്ലിംഗ് മോഡിലേക്ക് പോയി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ ഗിഫ്റ്റ് നിഫ്റ്റി 26,127. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ക്ലോസ് ഉണ്ടായിരുന്നത് 26,164. ഏകദേശം ഒരു 30 പോയിൻറ്റ് മൈനസാണ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്. ബിറ്റ് കോയിൻ 300 പോയിൻറ്റ് ഇടിഞ്ഞു. ബ്രന്റ് ഓയിൽ 62, ഗോൾഡ് $32 വീണ്ടും കയറി 4,511 ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു $5,000 പെർ ഔൺസ് ഗോൾഡ് അടുക്കുകയാണ്. ഓസ്ട്രേലിയ അവധിയാണ്, ചൈന അവധിയാണ്. കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഏറ്റവും താഴെ കാണാൻ 9 ആണ്. അൾട്രാ പ്രീമിയംസ് തന്നെ അൾട്രാ ലോയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നമ്മളുടെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ ഒരുപാട് ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ ഇടുന്നുണ്ട്. ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുണ്ട് ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്ക്. കാസ്ട്രോൾ കമ്പനി അവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത് 26% സ്റ്റേക്ക് 194 കോടി രൂപ മുടക്കി സ്റ്റോൺ പിക്കിൽ അവർ അക്യൂർ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. ഐഡിയ കമ്പനിക്ക് 83 കോടി രൂപയുടെ ടാക്സ് അതോറിറ്റി പെനാൽറ്റി കൊടുത്തിട്ടുണ്ട്. NBCC കമ്പനി മുംബൈ പോർട്ട് അതോറിറ്റിയിൽ നിന്ന് ഒരു 25 ഏക്കർ ലാൻഡിൻ്റെ ഡെവലപ്മെൻറ്റ് ഓർഡർ ലഭിച്ചു. JK സിമൻറ്റ് കമ്പനി 483 ഹെക്ടറിൽ ഇവരുടെ ഒരു രാജസ്ഥാനിലുള്ള ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ധാരണയായി. ഒല കമ്പനിക്ക് PLI സ്കീമിലൂടെ 78 കോടി രൂപ ലഭിച്ചു. ലെൻസ്കാർട്ട് കമ്പനി 29% സ്റ്റേക്കാണ് സൗത്ത് കൊറിയ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഒപ്റ്റിക്കൽ മെഷീനറി കമ്പനിയിൽ അവർ 3 ബില്യൺ കൊറിയൻ റുപ്പീസാണ് $186 മില്യൺ അക്യൂർ ചെയ്തിട്ടുള്ളത്. സുപ്രീം ഇൻഡസ്ട്രീസ് കമ്പനി BPCLായിട്ട് കൊളാബ് ചെയ്ത് LPG സിലിണ്ടറെല്ലാം തന്നെ സപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു 54 കോടി രൂപയുടെ ഓർഡർ സൈൻ ചെയ്തു. ഗുജറാത്ത് ഗ്യാസ് നിലവിലുള്ള MD റിസൈൻ ചെയ്തു. പുതിയൊരു MD നിയമിതനായി എന്നുള്ള ന്യൂസ്. അൾട്രാടെക് സിമെൻറ്റ് 1.8 മെട്രിക് കപ്പാസിറ്റിയുള്ള ഒരു പുതിയ ഒരു സിമെൻറ്റ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി മഹാരാഷ്ട്രയിൽ അവർ ഉദ്ഘാടനം നടത്തി. വിക്രൻ എഞ്ചിനീയറിംഗ് കമ്പനി 400 മെഗാവാട്ട് സോളാർ പ്രൊജക്റ്റ് 500 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കിംസ് ചെന്നൈയിൽ 300 ബെഡ് കപ്പാസിറ്റിയുള്ള പുതിയ ഹോസ്പിറ്റൽ അവർ അക്യൂർ ചെയ്തു. AVG ലോജിസ്റ്റിക് കമ്പനി ഇവർ LNG ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ബൈദിയ LNG ആയിട്ട് കൊളാബ് ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാർക്കറ്റ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.